ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഷാജു സാറാണ് സൈലത്തിലെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റിയാണ്. സോ 9th CBSE-കാരുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 30 മാർക്സിന് ഈ ഗ്രാമർ ആൻഡ് റൈറ്റിംഗിൽ വരാനുണ്ട് അല്ലേ. അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളെ എറർ കറക്ഷൻ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ എന്നോ എഡിറ്റിംഗ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഇത് ശരിക്കും നമുക്ക് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനവർ പറയുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെൻസ്, പ്രപ്പോസിഷൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹിയോ ഷിയോ ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കുക, ആറല്ല ഉപയോഗിക്കുക അല്ലേ. ഹി ഈസ് എന്നാ പറയുക, ഹി ആർ എന്നല്ല പറയുക. ഇതാണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം. ഈ പരിപാടിയാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആവില്ല. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കുറച്ച് റൂൾസ് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇത് കുറച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെ നമ്മൾ ഒരു പ്രോ ലെവലിലേക്ക് നമ്മൾ എത്തിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാ. യെസ്, വൺ ഓഫ് ദ ഗ്ലാസസ് ഇസ് എംപ്റ്റി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് വല്ല മിസ്റ്റേക്ക് ഒന്നും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൺ ഓഫ് ദ ഗ്ലാസസ് ആർ എംപ്റ്റി എന്നാണോ വരേണ്ടത്? ഗ്ലാസസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ അല്ലേ, അപ്പോൾ ആർ എന്ന് അല്ലേ വരേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല. ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു റൂൾ ഞാൻ കാണിച്ചു തരാം. ദ നമ്പർ ഓഫ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, വിൽ നോട്ട് ചേഞ്ച് ഡ്യൂ ടു ദ വേർഡ് ഓഫ് ഫേസസ് ഇൻ ബിറ്റ്വീൻ സബ്ജക്ട് ഓഫ് ദ വേർബ്. എന്ന് വെച്ചാൽ അതിനുശേഷം വരുന്ന വേർഡ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അത് തന്നെ അനുസരിച്ചിട്ട് അത് വേർബ് ചിലപ്പോൾ അതിനുശേഷം വരുന്ന വേർഡ് ചിലപ്പോൾ പ്ലൂറൽ ആയിരിക്കാം, ഗ്ലാസസ് അല്ലെ ഗ്ലാസ് ആയിരിക്കാം. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, സബ്ജക്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ആദ്യമുള്ളതാണ് ആ വൺ എന്ന് പറയുന്ന ആളെ സബ്ജക്റ്റ് അല്ലെ. വൺ ഓഫ് ദ ഗ്ലാസ് ഈസ് എംപ്റ്റി എന്ന് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ നോക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വൺ ആണ് എന്തോ സബ്ജക്റ്റ്, സോ വേർബ് ഷുഡ് ബി ഈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ദ ബൊക്കെ ഓഫ് റെഡ് റോസസ്. ആ ബൊക്കെ എന്ന് പറയുന്നതാണ് അവിടെ എന്തോ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ശേഷം വരുന്ന റെഡ് റോസസ് അത് പ്ലൂറലാണ് അല്ലെ. അത് നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. അത് റോസസ് ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് സ്മെല്ല് എന്ന് അല്ല എഴുതേണ്ടത്. ഇവിടെ ബൊക്കെ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന് മനസ്സിലാക്കുക. ശേഷം നമ്മൾ സ്മെൽസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സ്മെൽസിൽ എസ് ഉണ്ട്. എസ് ഫോർ സിംഗുലർ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഹി സ്മെൽസ്, ദേ സ്മെല്ല് എന്നാണ് നമ്മൾ പറയുക. എന്ന് വെച്ചാൽ സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ സ്മെൽസ് ആണ് വരേണ്ടത്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ സ്മെല്ല് മതി. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ബൊക്കെ ആണ് സബ്ജക്ട്. സോ സ്മെൽസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഒരു റൂളാണ്, അത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാധ ആൻഡ് മീര ആർ കമ്മിങ് ഹോം. ഓക്കെ, അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ ആറ് എന്ന് പറഞ്ഞെടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് വൺ, നീദർ അക്ഷയ് നോ രോഹിത് ഈസ് കമ്മിങ് ഹോം. അവിടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാധ ആൻഡ് മീര. രാധയും മീരയും എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അവിടെ നമ്മളെ റൂൾ ഇതാണ്, അവിടെ ആറ് തന്നെയാണ് വരേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ സബ്ജക്ട് ദാറ്റ് ആർ ജോയിൻഡ് ബൈ സബ്ജക്ട്സ് ദാറ്റ് ആർ ജോയിൻഡ് ബൈ ആൻഡ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിനകത്ത് രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അതിനകത്ത് നടുവിൽ ആൻഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ പ്ലൂറൽ വേർബ്. ഓക്കെ, ഇനി സബ്ജക്ട് ദാറ്റ് ആർ ജോയിൻഡ് ബൈ ഈദർ ഓർ അല്ലെങ്കിൽ നീദർ നോർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഓക്കെ, ഈദർ ഓർ അല്ലെങ്കിൽ നീദർ നോർ ഒക്കെ ഉപയോഗിച്ചിട്ട് സബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന വേർഡ്സ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നീദർ അക്ഷയ് നോർ രോഹിത്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അക്ഷയും വന്നിട്ടില്ല, രോഹിത്തും വന്നിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ നീദർ നോർ വന്നു. അക്ഷയ് രോഹിത് രണ്ടുപേരുണ്ട് സബ്ജക്റ്റ്. മൈൻഡ് ചെയ്യേണ്ട, നീദറോ നോറോ അല്ലെങ്കിൽ ഈദറോ ഓറോ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മൾ ആൻസറിൽ നമ്മുടെ ശേഷമുള്ള വേർബ് സിംഗുലർ ആണ് ആവേണ്ടത്. നീദർ അക്ഷയ് നോ രോഹിത് ഈസ് കമ്മിങ് എന്നാണ് കറക്റ്റ് ആൻസർ. മൈ ഡാഡ് ഓർ മൈ മോം ഈസ് കമ്മിങ് അല്ലെങ്കിൽ ഈസ് അറൈവിംഗ് ടുഡേ എന്നാണ് നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ വേർഡ്സ്. ഇതൊക്കെയാണ്. ആൻഡ് വന്നിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ ആണ്. ഓക്കെ, ഇനി
ഓർ അല്ലെങ്കിൽ ഈതർ ഓർ അല്ലെങ്കിൽ നീതർ നോർ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ടാ പറയാ, അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ വേർബ് വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് വരിക. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Neither the shoes nor the bag matches the dress. Oh my god. വീണ്ടും neither അല്ലെ. അപ്പൊ എന്താ neither എന്നോ neither എന്നോ ഒക്കെ നിങ്ങൾ പറയാം കേട്ടോ. ഇനി neither the shoes nor the bag, ഇവിടെ എന്താ റൂള്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മാച്ചസ് എന്ന് പറയുന്നത് തെറ്റാണോ എന്നാണ് എന്റെ ചോദ്യം. യെസ്, ഇവിടെ വേർബ് എന്ന് പറയുന്നത് അതിന്റെ നടുവിലായിട്ട് നമുക്ക് ഓർ അല്ലെങ്കിൽ ഈതർ ഓർ അല്ലെങ്കിൽ നീതർ ഓർ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നീതറിന്റെ അല്ലെങ്കിൽ ഈ വേർബിന്റെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു നൗൺ അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഏതാണ് വേർബിന്റെ തൊട്ട് മുമ്പിലുള്ള ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് ഷൂസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, രണ്ടാമത്തെ എന്താണ്? ബാഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇതിന് ശേഷം വരുന്ന വേർബ് മാച്ചസ് ആണ് അല്ലെ. ഈ വേർബിന്റെ തൊട്ട് മുന്നേ ഉള്ളത് സബ്ജക്റ്റ് ഏതാണ്? അത് ബാഗാണ്. അപ്പൊ ഈ ബാഗിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, ബാഗിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ബാഗ് സിംഗുലർ ആണ്. ബാഗ്സ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല, ബാഗ് സിംഗുലർ ആണ്. സോ നമുക്ക് മാച്ചസ് എന്ന് തന്നെ വരണം. മാച്ചസ് എന്ന് പറയുമ്പോൾ സിംഗുലർ, എസ് ഫോർ സിംഗുലർ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മാച്ചസ് തന്നെ വരണം. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ മാറ്റാം. നീദർ ദ ബാഗ് നോർ ദ ഷൂസ് എന്നാണെങ്കിലോ, ഷൂസ് എന്നാണെങ്കിൽ അവിടെ പ്ലൂറൽ ആക്കണം. അപ്പൊ മാച്ച് മാത്രം പാടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഞാൻ അതിന്റെ തിയറി പറഞ്ഞുതരാം. അത് വേർബ് ഇൻ എ സെന്റൻസ് കണ്ടെയ്നിങ് ഓർ ഈതർ ഓർ നീതർ ഓർ agrees with the noun or pronoun closest to it. ആ നൗണിനോട് അല്ല എന്താ നമ്മുടെ വേർബിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെയാണ് അല്ലെങ്കിൽ നൗണിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. നീദർ ദ ബാഗ് നോർ ദ ഷൂസ് മാച്ച് എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം മാച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറൽ ആണ്. എന്തുകൊണ്ട്? തൊട്ട് മുന്നിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നൗണ് എന്താണ്? ഷൂസ് ആണ്, അതും പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ബാഗ് എന്താണ്? സിംഗുലർ ആയതുകൊണ്ടാണ് മാച്ചസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു റൂളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ ആസ് വെൽ ആസ് ഹിസ് ഡോഗ് ഇസ് എക്സ്പെക്ടഡ് ഷോർട്ട്ലി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യും. ഇതിൽ സാധാരണ സാറ് തരുന്ന ക്വസ്റ്റ്യൻസിലൊന്നും മിസ്റ്റേക്സ് ഉണ്ടാവാറില്ല, അവിടെ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അങ്ങനെയല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതിനകത്ത്. ഇവിടെ ഒരു ക്ലൂ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് അരുണും ഉണ്ട്, അവന്റെ കൂടെ ഡോഗും ഉണ്ട്, എന്നിട്ടും എന്താ ഇസ് എഴുതിയിരിക്കുന്നത്? അത് ശരിയാണോ? അരുണുണ്ട്, അവന്റെ കൂടെ ആ ഡോഗും ഉണ്ട്. ഇതിന്റെ നടുവിൽ ആൻഡ് വന്നാൽ ഒരു സംശയമില്ല, നമുക്ക് ആറാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. ഇവിടെ ആസ് വെൽ ആസ് ആണ്. അതാണ് നമ്മുടെ ക്ലൂ. എന്താ ക്ലൂ? വെൻ എ സബ്ജക്ട് ഇസ് ഫോളോഡ് ബൈ വേർഡ് സച്ച് ആസ് വെൽ ആസ്. ഒന്നെങ്കിൽ ആസ് വെൽ ആസ് എന്ന് പറയുന്ന ഒരു വേർഡ് സബ്ജക്റ്റുകൾക്കിടയിൽ വരിക. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ആസ് വെൽ ആസ് വരിക, അലോങ് വിത്ത് വരിക, ബിസൈഡ്സ് വരിക, നോട്ട് വരിക. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ദം ആൻഡ് യൂസ് സിംഗുലർ വെർബ് ഇഫ് ദ സബ്ജക്ട് സിംഗുലർ ആണ് സബ്ജക്ട് എങ്കിൽ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ സിംഗുലർ ആക്കിയിട്ട് കൊടുക്കുക. അരുൺ ആൻഡ് ആസ് വെൽ ആസ് ഹിസ് ഡോഗ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. നമ്മൾ നേരെ എന്ത് എഴുതി? ആസ് വെൽ ആസ് നടുവിൽ വന്നതുകൊണ്ട് ഈസ് എന്ന് എഴുതിയിട്ട് നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രതീക് അലോങ് വിത്ത് നമുക്കുള്ള ഒരു ക്ലൂ വേർഡ് ആണ് അല്ലെ. അലോങ് വിത്ത് ഹിസ് ബ്രദർ, ഒരാളെ ഉള്ളൂ, ഈസ് ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, പ്രതീക് ഉണ്ടല്ലോ, ഹിസ് ബ്രദർ ഉണ്ടല്ലോ, 2 പേരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആറാക്കിയേക്കാം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ്സ് ഇതൊക്കെയാണ്. ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ബിസൈഡ്സ്, നോട്ട് എന്നൊക്കെ പറയുന്ന വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ യു ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദ സബ്ജക്ട്, വെദർ ഇറ്റ് ഇസ് സിംഗുലർ, യു ക്യാൻ ആഡ് എ സിംഗുലർ വേർബ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അടുത്ത റൂളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഏതാണ്? 500 rupees is a high price to pay എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, 500 rupees ഈസ് ശരിയാണോ? 500 രൂപയില്ലേ അല്ലെ? 500 രൂപയുണ്ട്, 500 വേണം, 500 ആവണമെങ്കിൽ. അപ്പൊ പ്ലൂറൽ ആയിക്കളയാം. 500 rupees ആർ നോട്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? 500 rupees ആരെന്നാണ് പറയാ? 2000 rupees ആരെന്നാണ് പറയാ? അല്ല, ഇതൊരു എമൗണ്ട് ആണ്. അപ്പൊ ഒരു എമൗണ്ടിനെ കാണിക്കുമ്പോ ഓക്കെ, അല്ലെങ്കിൽ എന്താ നമുക്ക് ഇങ്ങനെ പറയാം, സം ഓഫ് മണി അല്ലെ. ഒരു സം ഓഫ് മണിയെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ
ഇതൊക്കെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചോ, ഇൻ എ സെന്റൻസ് ദാറ്റ് ഇൻക്ലൂഡ് സം ഓഫ് മണി ഓർ പീരീഡ് ഓഫ് ടൈം ഓർ ഡിസ്റ്റൻസ് എക്സെട്ര ആസ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യൂസ് സിംഗുലർ വേർബ്. ഫോർ എക്സാമ്പിൾ 500 rupees ഈസ് എ ഹൈ പ്രൈസ് ടു പേ. ഓക്കെ, അല്ലെങ്കിൽ 62 years ഈസ് ദ മിനിമം ഏജ് ഓഫ് റിട്ടയർമെന്റ്. നെക്സ്റ്റ് വൺ 10 kilometers ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഈസ് ടു ഫാർ അവേ ടു വാക്ക് എന്നൊക്കെ പറയുമ്പോൾ 5 liters ഓഫ് മിൽക്ക് ക്വാണ്ടിറ്റി കാണിക്കുന്നു. 5 liters ഓഫ് മിൽക്ക് ഈസ് ഇനഫ് എന്ന് പറയാം. ഈസ് ഇനഫ്, ആർ ഇനഫ് എന്നല്ല. 5 ലിറ്ററിൽ 6 എഴുതിയേക്കാം, തെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സം ഓഫ് മണി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ, ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുക. കുറേ എണ്ണം ഉണ്ടെങ്കിലും ഇപ്പോൾ സാൻഡ് അതിൻ്റെ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ റെയിൻ റെയിൻ ഈസ് റെയിനിങ് എന്ന് പറയാം. റെയിൻ ഒരുപാട് തുള്ളികളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 പറഞ്ഞേക്കാം. നമ്മൾ പറയാറില്ലല്ലോ. വാട്ടർ സിംഗുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദിസ് റിവർ എന്നാണ് പറയുക. വാട്ടർ വേഡിലും കുറേ ഇല്ലേ, അതുകൊണ്ട് 6 ഫ്ലോ അല്ല, ഹാസ് ആണ്. ഹാസ് സിംഗുലർ. ഓക്കെ, ഹാവ് ആണ് അതിന്റെ പ്ലൂറൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. സോ ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ ഇതുപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്, ഒരുപാട് റൂൾസ് പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവാതെ എക്സാമിന്റെ തലേന്നൊക്കെ ചാടിക്കയറി നമ്മൾ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒമ്പേ പരാജയമായി പോകും. ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. നെക്സ്റ്റ് ഇയർ ഒക്കെ നിങ്ങൾക്ക് അത് ഭയങ്കര വിഷയമാവും. സോ ഇപ്പം മുതൽ എന്ത് ചെയ്യുക, കുറേശ്ശെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂൾസിൽ എക്സാംസിനൊക്കെ ക്ലിയർ ചെയ്യും. സോ നമ്മുടെ നിഞ്ച ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സൈലത്തിൻ്റെ 9th standard CBSE സ്റ്റുഡൻസിനുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ്. അതിലൊരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇറ്റ് ഇസ് ദ റൈറ്റ് ടൈം ടു ജോയിൻ. സോ അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെക്കേഷനിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചു തുടങ്ങാം. സോ ഈ 2 question ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത്ര ഈസി അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഈസി, നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അത്ര ഈസി അല്ല. സോ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം അത് ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് ASJ signing off from Silent Learning.